6,5 കോടി രൂപ ചെലവിൽ നടക്കുന്ന കോഴിക്കോട് ബീച്ച് റോഡ് നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ധനമന്ത്രി തോമസ് ഐസക് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ മേയർ എം ഭാസ്കരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് 1-ാം നിയോജക മണ്ഡലത്തിലെ വെള്ളയിൽ മുതൽ പുതിയാപ്പ വരെയുള്ള 5.5 കിലോമീറ്റർ ബീച്ച് റോഡിനെ മാതൃകാ റോഡാക്കി പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നടന്നത്. 25 കോടി രൂപയായിരുന്നു ഇതിന്റെ മുൻകാലങ്ങളിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് ചെലവായത്. നൂതന സാങ്കേതിക വിദ്യയിലൂന്നിയ നവീകരണമാണ് ഇവിടെ ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. 1.5 മീറ്റർ വീതിയിൽ മീഡിയനും 7.5 മീറ്റർ വീതിയിൽ കാരേജ് വേയും ഇരുവശങ്ങളിലും 2.5 മീറ്റർ വീതിയിൽ ടൈൽ പാകിയ നടപ്പാതകളും നിർമ്മിക്കും. പ്രവൃത്തികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ധനമന്ത്രി ടി.എം. തോമസ് ഐസക് നിർവഹിച്ചു. നമ്മുടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഴിമതിയില്ലാതായി ഫലപ്രദമായ കാര്യക്ഷമമായ സമയബദ്ധമായ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നു കഴിയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ബില്ലുകളൊക്കെ വേഗം വരും. ഇതിപ്പോ 5 വർഷം കൊണ്ട് ഈ പണി തീരുമെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള മാത്രം നോക്കിയാൽ മതിയല്ലോ ബില്ലിന് പൈസ കൊടുക്കുന്നത്. ഞാൻ ആവശ്യപ്പെടണ്ടല്ലോ. അതനുസരിച്ച് ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ കണക്ക് പറഞ്ഞു, കേരളം മുഴുവൻ എടുത്താൽ 8,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് കഴിഞ്ഞ വർഷം കൊടുക്കുന്നു. ഇങ്ങനെ തീരദേശവാസികൾക്കും കാൽനട യാത്രക്കാർക്കും വിശ്രമത്തിനും വിനോദത്തിനും ഉതകുന്ന രീതിയിലാണ് സൌന്ദര്യവൽക്കരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.